ഏവരുടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിങ് കോങ് വേഴ്സസ് ഗോഡ്സിലേനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കിങ് കോങ് വേഴ്സസ് ഗോഡ്സിലേനെ പറ്റിയിട്ടല്ല, ഈ ഒരു വേർഷൻ കിങ് കോങ് വേഴ്സസ് ഗോഡ്സിലേനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഫ്രഞ്ചി പൂളിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് മുമ്പ് ഇറക്കിയ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ കിങ് കോങ്ങിൻ്റെ പല കാലഘട്ടങ്ങളിലുള്ള പടങ്ങൾ പറ്റിയിട്ടാണ് പറയുന്നത്. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കുറേ നല്ല നല്ല പോപ്പ് കൾച്ചർ കണ്ടന്റ് ഈ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 കോങ് പടങ്ങൾക്ക് ശേഷം പുതിയൊരു കോങ് പടം പിന്നെ ഉണ്ടായത് 1960s. ആ ഒരു സമയത്താണ് കോങ്ങിൽ വർക്ക് ചെയ്ത ആനിമേറ്റേഴ്സിന് ഒരു ഐഡിയ ഉണ്ടായത്, കോങ് ഒരു വലിയ ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അങ്ങനെ ആ ഒരു ഐഡിയ ആയിട്ട് സ്റ്റുഡിയോൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാനുണ്ടായത്. ഇതേ സമയം സ്റ്റുഡിയോൻ്റെ അടുത്ത് കോങ്ങിൻ്റെ റൈറ്റ്സിന് വേണ്ടി ഒരു ജാപ്പനീസ് സ്റ്റുഡിയോ ആയ ടോഹോ ചോദിക്കുകയുണ്ടായി. ടോഹോനെ പറ്റി പറയുകയാണെങ്കിൽ ജപ്പാനിലത്തെ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു. ഇവരാണ് അന്നത്തെ ഫേമസ് ആയിട്ടുള്ള ഗോഡ്സില പടങ്ങളുടെ ക്രിയേറ്റേഴ്സും. RK സ്റ്റുഡിയോസിൻ്റെ കയ്യിലായിരുന്നു കോങ്ങിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ടോഹോ സ്റ്റുഡിയോസിന് $220,000 സെല്ല് ചെയ്തത്. ടോഹോ സ്റ്റുഡിയോസ് അപ്പോൾ തന്നെ ആ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററിൻ്റെ കൺസെപ്റ്റ് അവർ ഒഴിവാക്കി. അവർ നേരെ തീരുമാനിച്ചത് ജപ്പാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൈജു ആയ ഗോഡ്സില്ലയും കോങ് ആയിട്ട് ഉള്ള ഒരു ഫൈറ്റാണ്. ഒറിജിനലി അവർ കോങ് ഗോഡ്സില്ല പടത്തിന് വേണ്ടി ആ ഒരു ഒറിജിനൽ പടത്തിലത്തെ പോലെ സ്റ്റോപ്പ് മോഷനാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ റൈറ്റ്സിൻ്റെ ആ ഒരു വില കാരണം തന്നെ ആ ഒരു ബഡ്ജറ്റ് നല്ല രീതിയിൽ ചുരുങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ മനുഷ്യന്മാരാണ് ഉപയോഗിച്ചത്. കോങ്ങിൻ്റെയും ഗോഡ്സില്ലയുടെ സ്യൂട്ട്സ് അണിഞ്ഞിട്ടുള്ള ഒരു മൂവി. ഈ മൂവിയുടെ പേര് കോങ് വേഴ്സസ് ഗോഡ്സില്ല തന്നെയായിരുന്നു. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇഷിറോ ഹോണ്ടയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജാപ്പനീസ് ആക്ടേഴ്സാണ്. ഇതിൻ്റെ കഥേനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു പണക്കാരനായ ഒരു വ്യക്തിയുടെ TV ഷോ റേറ്റിംഗ് നല്ല രീതിയിൽ കുറയുന്നതാണ്. അങ്ങനെ തൻ്റെ റേറ്റിംഗ്സ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ് ഫറോ ഐലൻഡ്സിൽ ഒരു വലിയൊരു ക്രീച്ചറിനെ പറ്റിയിട്ട്. അങ്ങനെ ഒരു 2 പേരെ അസൈൻ ചെയ്യുന്നതാണ് ആ ഒരു ഐലൻഡിൽ പോയിട്ട് ആ ഒരു ക്രീച്ചറിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട്. ഇതേ സമയത്ത് തന്നെ ജപ്പാൻ്റെ ഒരു ഭാഗത്ത് കാണിക്കുന്നത് ഒരു അമേരിക്കൻ സബ്മറീൻ ഒരു വലിയ ഐസ്ബർഗുമേ ഇടിക്കുന്നതും ഫ്രോസണായി കിടക്കുന്ന ഗോഡ്സിലേനെ റിലീസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഗോഡ്സില ജപ്പാൻ്റെ അടുത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു 2 ആൾക്കാർ ഫറോ ഐലൻഡിൽ എത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ ആൾക്കാർ ഒരു ഡ്രിങ്ക് കളക്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതേസമയം ഒരു വലിയൊരു ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളി അവർ അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ കോങ് വന്ന് ആ ഒരു ഒക്ടോപ്പസിനെ ഡിഫീറ്റ് ചെയ്ത് ആ ജ്യൂസ് കുടിക്കുകയും അങ്ങനെ ഒരു ഉറക്കത്തിലേക്കാണ് പോകുന്നത്. ഡീപ്പ് സ്ലീപ്പിലേക്കാണ് കോങ് പോകുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന കോങ്ങിനെ ടൈ ചെയ്ത് അവരൊരു ഷിപ്പിൽ കയറ്റി ജപ്പാനിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അവർ 2 പേരും കൂടി ജപ്പാൻ എത്തുന്നതോടുകൂടി കോങ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് നേരെ ഗോഡ്സില്ലേനെ ഫൈറ്റ് ചെയ്യുന്നു. കോങ് ഗോഡ്സില്ലയ്ക്കെതിരെ കുറെ കല്ലുകളൊക്കെ എറിയും. പക്ഷേ ഗോഡ്സില്ല തൻ്റെ അറ്റോമിക് ബ്രത്ത് യൂസ് ചെയ്ത് കോങ്ങിനെ കരിയിക്കുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ കോങ് പിന്മാറുന്നു. കോങ് പിന്മാറുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പെൺകുട്ടീനെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടീനെയും കൊണ്ട് ഒരു ലാർജ് ബിൽഡിംഗ് ക്ലൈംബ് ചെയ്യും. അതിൻ്റെ മുമ്പായിട്ട് തന്നെയാണ് ആർമി ആ ഒരു ജ്യൂസിൻ്റെ ഒരു വേപ്പർ വേർഷൻ യൂസ് ചെയ്തിട്ട് കോങ്ങിനെ വീണ്ടും ആ ഒരു ഉറക്കത്തിലുള്ള സിറ്റുവേഷനിലാക്കുന്നു. അതേസമയം ഇപ്പുറത്ത് ഗോഡ്സില്ല ആണെങ്കിൽ ഒരു നാശനഷ്ടത്തിൻ്റെ ഒരു പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. കോങ്ങിനെ അങ്ങനെ അവർ മൗണ്ട് ഫ്യൂജിയിലേക്കാണ് വിടുന്നത്. അവിടെ വെച്ച് ഗോഡ്സില്ലേനെ വീണ്ടും കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ 2 പേരും വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. തുടക്കത്തിലൊക്കെ ഗോഡ്സില്ല ആയിരിക്കും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ വാല് കൊണ്ട് കോങ്ങിനെ ഇഷ്ടംപോലെ അടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഡ്രോപ്പ് കിക്കും ചെയ്യും ഗോഡ്സില്ല. അതേസമയം ഒരു ലൈറ്റ്നിങ് വന്ന് കോങ്ങിനെ സ്ട്രൈക്ക് ചെയ്യുന്നു. അങ്ങനെ കോങ് ഫുൾ ചാർജായി ഗോഡ്സില്ലേനെ ഫൈറ്റ് ചെയ്ത് അവരൊരു മൗണ്ടൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതാണ് കാണിക്കുന്നത് അണ്ടർ വാട്ടറിലേക്ക്. അങ്ങനെ വീണ്ടും വെള്ളത്തിലൊരു കുറച്ച് നേരത്തെ ഫൈറ്റിന് ശേഷം കോങ് വീണ്ടും തിരിച്ചു വരികയും ഗോഡ്സില്ലേനെ പിന്നെ കാണിക്കുകയും ചെയ്യുന്നില്ല. ആ ഒരു സമയത്ത് ഗോഡ്സില്ലേനേക്കാളും കൂടുതൽ ഫേമസ് കിങ് കോങ് ആയതുകൊണ്ട് തന്നെ കോങ് ജയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കോങ്ങിൻ്റെ ആ ഒരു പടങ്ങളുടെ ലിസ്റ്റിലത്തെ 3ാമത്തെ മൂവി ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ കളർ മൂവി ആയിരുന്നു ഗോഡ്സില്ലയ്ക്കും കിങ് കോങ്ങിനും. ഈ മൂവി $432,000 നിർമ്മിച്ചത്. $8.7 million ആണ് ബോക്സ് ഓഫീസ് ഉണ്ടാക്കിയത്. ഒരു വലിയ ഹിറ്റ് തന്നെയായിരുന്നു. ഈ ഒരു മൂവിയുടെ സക്സസ് കാരണം അടുത്തൊരു മൂവി പെട്ടെന്ന് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്.
വേറെ കാസ്റ്റും അതുപോലെ തന്നെ കോങ്ങിന് കുറച്ച് മാറ്റങ്ങളൊക്കെ. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇഷിറോ ഹോണ്ടയാണ്. ഇതിലത്തെ കഥനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഈവൽ ജീനിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഡോക്ടർ ഹു. ഈ ഒരു ക്യാരക്ടർ ഒരു മെക്കാനിക്കൽ കിങ് കോങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എലിമെന്റ് എക്സ് എന്ന് പറഞ്ഞൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നോർത്ത് പോളിൽ നിന്ന് കളക്ട് ചെയ്യാനായി. പക്ഷെ ഇതിന്റെ റേഡിയേഷൻ കാരണം ആ ഒരു മെക്കാനിക്കൽ കോങ് മാൽഫങ്ഷൻ ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. ഇതേ സമയം ഒരു സബ്മറൈനിൽ കാൾ നെൽസണും സൂസൻ വാറ്റ്സൺ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങൾ ഒരു ഐലൻഡിൽ എത്തുന്നു. അവിടെയാണ് കോങ് താമസിക്കുന്നത്. ഇതിൽ കോങ് സൂസൻ എന്ന പെണ്ണിനോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നുകയാണ്, നമ്മുടെ ഒറിജിനൽ മൂവിയുടെ പോലെ തന്നെ. പക്ഷെ ഇവിടെ വെച്ച് ഡോക്ടർ ഹു ആ ഒരു ഐലൻഡിൽ വരുന്നു, കോങ്ങിനെ കിഡ്നാപ്പ് ചെയ്യുന്നു, ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു എലമെന്റ് എക്സ് കോങ്ങിനെ കൊണ്ട് കളക്ട് ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ ഇടയിൽ ഡോക്ടർ ഹു സൂസനെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്യും, വീണ്ടും കോങ്ങിനെ കൺട്രോൾ ചെയ്യാൻ. പക്ഷേ കോങ് തിരിച്ച് ജപ്പാനിലേക്ക് തിരിച്ചു വന്ന് ആ ഒരു മെക്കാനിക് കോങ്ങിനെ കണ്ടുപിടിച്ച് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോങ് ഇതിൽ വിജയിക്കുകയും ചെയ്യും. ആ ഒരു മെക്കാനിക് കോങ്ങിനെ നശിപ്പിച്ച് ഡോക്ടർ ഹുവിൻ്റെയും ആൾക്കാരെയും തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മെക്കാനിക് കോങ്ങിൻ്റെ ഈ ഒരു ഐഡിയ പിന്നീടുള്ള ഗോഡ്സില മൂവീസിൽ മെക്ക ഗോഡ്സിലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ടോഹോ സ്റ്റുഡിയോസിന് വീണ്ടും കോങ്ങിനെ വെച്ച് കുറെ പടങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ലൈസൻസ് എക്സ്പയർ ആവാനുണ്ടായത്. പക്ഷെ ആ ഒരു കോങ് സ്യൂട്ട് പിന്നീടുള്ളൊരു ടോഹോ മോൺസ്റ്റർ ഷോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കോങ് ത്രൂ ദ ഏജസിന്റെ സെക്കൻഡ് പാർട്ട്. ഇനിയും ഈ ഒരു കോങ്ങിന്റെ പല കാലഘട്ടങ്ങളിലുള്ള പടങ്ങളെ പറ്റി പറയാനുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു ദ ചാനൽ.